നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദൈവകൽപ്പന ദുർബലമാക്കുന്നവർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 16 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവന് സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊള്ളുവീൻ. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാർ കഴുകാത്ത കൈകൊണ്ട് ആഹാരം കഴിക്കുന്നു. ഇത് കണ്ട പരീശന്മാരും ശാസ്ത്രിമാരും അത് വലിയൊരു കുറ്റമായിട്ട് ആരോപിച്ചുകൊണ്ട് യേശുവിനെ സമീപിച്ച്, എന്താണ് അങ്ങനെ നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, മനുഷ്യന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ട് മനുഷ്യനെ എല്ലാം കഴിക്കാം എന്ന് അർത്ഥമില്ല. അത് നമുക്ക് അറിവുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മദ്യം കഴിക്കാൻ പാടില്ല. അതുപോലെ വചനവിരുദ്ധമായ ചില ഭക്ഷണങ്ങളൊക്കെ, അശുദ്ധ ഭക്ഷണങ്ങളും അശുദ്ധ പാനീയങ്ങളും ഉണ്ട്. അത് നമുക്കെല്ലാം അറിവുള്ളതാണ്, വ്യക്തമായ കൽപ്പനയുള്ളതാണ്. ഇവിടെ കർത്താവ് പ്രാധാന്യം നൽകുന്നത് മനുഷ്യന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതായത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഗൗരവമായത് എന്നാണ് കർത്താവ് പറയുന്നത്. മനുഷ്യ ഹൃദയത്തില് പാപമാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഹൃദയത്തിലെ പാപത്തിന്റെ ഫലമായ അതിന്റെ ബഹിർസ്ഫുരണങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ, അതൊക്കെയാണ് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെയാണ് മനുഷ്യനും ദോഷം വരുത്തുന്നത് എന്നാണ് യേശുവോട് പറയുന്നത്. ഈ യഹൂദന്മാരുടെ സമ്പ്രദായത്തെ വിമർശിച്ചുകൊണ്ട് യേശു പറയുന്നത്, അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ആ കൽപ്പന അവരെങ്ങനെയാണ് ആചരിക്കുന്നത്? അപ്പനെ അമ്മയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടത് ഞാൻ കുർബാൻ വഴിപാടായി പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനായിട്ടൊന്നും ചെയ്യുകയില്ല എന്ന് പറയുന്നു. ഇവിടെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ആ ഒരു കൽപ്പന പലരും വിചാരിക്കുന്നത് കൊച്ചുകുട്ടികളോട് ആണെന്നാണ്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കേണ്ട വാക്യമാണതെന്നാണ്. എന്നാൽ 10 കൽപ്പനയിലെ എല്ലാ വാക്യങ്ങളും പ്രായമുള്ളവരോടാണ്. വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളോടല്ല. കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളത് കൊച്ചുകുട്ടികളോടല്ല. ദൈവത്തെ മാത്രം നമസ്കരിച്ച് അവനെ ആരാധിക്കുക കൊച്ചുകുട്ടികളോടല്ല. പിന്നെ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ അവർക്ക് 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം അത് കൊച്ചുകുട്ടികളോടല്ല. പിന്നെ ദൈവനാമം വൃഥാ എടുക്കരുത് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുമ്പോൾ, യഹോവ ദൈവമാണെങ്കിൽ എന്ന് പറഞ്ഞ് സത്യം ചെയ്യുമ്പോൾ അത് ദേവാലയത്തിൽ വന്ന് ചെയ്യുന്ന കാര്യമാണ്. അത് കൊച്ചുകുട്ടികളോടല്ല. കൊല ചെയ്യരുത്, ഒരാളെ കുത്തിക്കൊല്ലരുത്, കൊച്ചു പിള്ളേരോടല്ല. വ്യഭിചാരം ചെയ്യരുത്, കൊച്ചുകുട്ടികളോടല്ല. മോഷ്ടിക്കരുത്, അതും കുട്ടികളോടല്ല. സഹോദരന്റെ ഭാര്യയെ മോഹിക്കരുത്, അത് കുട്ടികളോടല്ല. പ്രിയപ്പെട്ടവര്, 10 കൽപ്പനയിലെ മുഴുവൻ കൽപ്പനകളും അത് പ്രായമുള്ളവരോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രായമുള്ളവർ എന്ത് ചെയ്യണം? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയിൽ തങ്ങളെ വളർത്തി വലുതാക്കിയ, അല്ലെങ്കിൽ തങ്ങളെ സ്നേഹിച്ച് ലാളിച്ച് തങ്ങളെ വളർത്തി വലുതാക്കിയ, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തങ്ങളുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന അഭ്യുതകാംക്ഷികളായ ആ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യുക? ഉപകാരം ചെയ്യുക, ആവശ്യമുള്ളത് ചെയ്യുക. മാതാപിതാക്കള്
ഒരു പക്ഷേ ബുദ്ധിമുട്ടി ജീവിച്ചുകൊണ്ട് നല്ല വസ്ത്രം കൊടുക്കാനോ, നല്ല ഭക്ഷണം കൊടുക്കാനോ, നല്ലൊരു പുതപ്പ് കൊടുക്കാനോ, നല്ല വസ്ത്രം കൊടുക്കാനോ, നല്ല പുസ്തകവും മേടിച്ചു കൊടുക്കാനോ, നല്ല ചെരുപ്പ് മേടിച്ചു കൊടുക്കാനോ ഒന്നും അവർക്ക് പറ്റിയെന്നിരിക്കുകയില്ല. കാരണം പല കുട്ടികളുണ്ടല്ലോ, തുച്ഛമായ വരുമാനം മാത്രമേ കഠിനാധ്വാനം കൊണ്ട് അവർക്ക് കിട്ടിയിരുന്നുള്ളായിരിക്കാം. അതുകൊണ്ട് വളരെ ഞെരുക്കം മാതാപിതാക്കൾക്കുള്ളതുപോലെ മക്കൾക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും അവര് പഠിപ്പിച്ചു, അല്ലെങ്കിൽ അവര് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞുങ്ങൾ വലുതാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി ഉണ്ടാകുന്നത്, അവര് പരീക്ഷയിൽ വിജയിക്കുന്നത്, അവർക്ക് ജോലി കിട്ടുന്നത്, പ്രമോഷൻ കിട്ടുന്നത്, അവർ പണക്കാരാകുന്നത് എല്ലാം ഈ മാതാപിതാക്കളുടെ രക്തത്തിന്റെ ഗുണവും അവരുടെ പ്രാർത്ഥനയുടെ ഫലവും ഒക്കെയാണ്. പക്ഷെ പല കുട്ടികളും ചിന്തിക്കുന്നത്, ഇത്ര നാള് എനിക്ക് വേണ്ടി എത്ര രൂപ മുടക്കി അപ്പനും അമ്മയും എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയാൽ 10,000 രൂപ മുടക്കി കാണും. ഞാൻ എത്രയോ കാശ് അവർക്ക് ഇതിനോടകം മരുന്ന് മേടിക്കാൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില മക്കളുണ്ട്. മക്കളും മക്കളുടെ ഭാര്യമാരും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊന്നും ശരിയല്ല. തീർച്ചയായിട്ടും മാതാപിതാക്കൾ നമുക്ക് എത്ര കാശ് തന്നു എന്നുള്ളത് അല്ല, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്തും പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് വലിയത്. അവര് നമ്മുടെ അഭ്യുതകാംക്ഷികളായി നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വലിയത്. അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ചത് കേട്ടാണ് ദൈവം ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളും നന്മകളും തരുന്നത്. അതുകൊണ്ട് അവർ വൃദ്ധരാകുമ്പോൾ, അവർ ക്ഷീണിതരാകുമ്പോൾ അവർക്ക് വേണ്ട എല്ലാം മനസ്സായിട്ട് ചോദിക്കാതെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷെ യഹൂദന്മാര് അതിനൊരു വ്യാഖ്യാനം നൽകിയിരുന്നത് അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് പള്ളിയിൽ വഴിപാടായിട്ട് കൊടുത്താൽ മതി എന്നാണ്. യേശു അതിനെ, അവരുടെ സമ്പ്രദായത്തെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായങ്ങളാൽ ദൈവകൽപ്പനയെ നിങ്ങൾ ദുർബലമാക്കുന്നു, നിങ്ങൾ ദൈവകൽപ്പനയെ തള്ളിക്കളയുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവം ആരോട് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി, എന്തിനു പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി, അതിനെ ഗൗരവത്തിലെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതായിരുന്നു യേശു അവരെ പഠിപ്പിച്ചത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.